29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സ്മൃതി ദീപ പ്രയാണത്തിൽ പ്രമുഖ സിനിമാ താരം സന്തോഷ് കീഴാറ്റൂരും പങ്കെടുത്തിരുന്നു. രാവിലെ മുതൽ സമാപന പരിപാടിയിലടക്കം അദ്ദേഹം പങ്കെടുത്തു. എങ്ങനെയുണ്ടായിരുന്നു സന്തോഷ് ഏട്ടാ ഈ ഒരു ദീപ പ്രയാണം? അത് എങ്ങനെയാണ് വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കാൻ എനിക്കറിയില്ല. കാരണം മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയൽസൺ, കമൽ സാർ സംവിധാനം ചെയ്ത സെല്ലുലോയിഡ് സിനിമയിലൂടെയും പിന്നെ വായിച്ചറിഞ്ഞൊരു പരിചയം മാത്രമേ ഉള്ളൂ. ഇന്ന് അദ്ദേഹത്തിൻ്റെ നെയ്യാറ്റിൻകരയിൽ അദ്ദേഹത്തിൻ്റെ പ്രതിമയുടെ കീഴിൽ വെച്ചാണ് ഈ സ്മൃതിയാത്ര ആരംഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ ഈ പരിപാടിയിൽ പങ്കെടുത്തു. നല്ല മഴയായിട്ട് കൂടി അവിടുത്തെ MLA ഉദ്ഘാടനം ചെയ്തു. അക്കാദമിയുടെ ചെയർമാൻ ശ്രീ പ്രേംകുമാർ അവർക്കാണ് അത് പകർന്നു നൽകിയത്. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, ജനപ്രതിനിധി, ഒരുപാട് കുട്ടികൾ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലായിടത്തും വലിയ ജനപങ്കാളിത്തമായിരുന്നു. കാരണം നമ്മൾ ഇവരൊക്കെ ഓർമ്മപ്പെടുത്തുക എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു 29ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ തുടക്കം ഏറ്റവും പ്രസക്തമാകുന്നു. ഇതുവരെ ഇങ്ങനൊരു യാത്ര നടത്തിയിട്ടില്ല. കാരണം ഇവരെ മറന്നുകൊണ്ട് നമുക്ക് മലയാള സിനിമ മുന്നോട്ടേക്ക് പോകാനും സാധിക്കില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഓർമ്മിച്ചു കൊണ്ടേയിരിക്കണം. മറക്കാൻ ഭയങ്കര എളുപ്പമാണ്, ഓർമ്മിക്കാൻ ഭയങ്കര പ്രയാസമാണ്. അങ്ങനെ JC ഡാനിയൽസ് ഏറ്റവും ആദ്യം ഓർമ്മിക്കേണ്ടതും, കാരണം ഒരു വലിയ എന്താ പറയുക, റോസി എന്ന് പറയുന്ന ഏറ്റവും താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു നായികയെ മലയാള സിനിമയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചതാണ്. അതിൻ്റെ പേരിൽ ഒരുപാട് പഴികളും ഒരുപാട് ദുരന്തങ്ങളും ഏറ്റുവാങ്ങിയ ഒരു നിർമ്മാതാവും സംവിധായകനുമാണ് JC ഡാനിയൽസൺ. അതുകൊണ്ട് തന്നെ മലയാള സിനിമ എന്നും ഓർക്കുന്നത് ആദ്യം അദ്ദേഹത്തിൽ നിന്നാണ്. അപ്പോൾ അവിടുന്ന് തുടങ്ങിയ യാത്ര പിന്നീട് ഈ അടുത്ത കാലത്ത് അന്തരിച്ച പ്രേംനസീറിൻ്റെ ആദ്യകാല നായികയായ നെയ്യാറ്റിൻകര കോമള ആ അമ്മയുടെ വീട്ടിലും പോയി. അവരുടെ മക്കളും പേരക്കുട്ടികൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളെ വളരെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു. ഞങ്ങൾക്ക് ചായ സൽക്കാരം ഒക്കെ നൽകി. അവിടുന്നും ഈ ദീപത്തിലേക്ക് അവിടുന്നും വെളിച്ചം പകർന്നു. പിന്നീട് ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചത് 50-ലധികം വരുന്ന അത്ലറ്റുകൾ ഉണ്ടായിരുന്നു. പിന്നെ അക്കാദമിയുടെ ജനറൽ കൗൺസിൽ അംഗങ്ങൾ ഞങ്ങളുടെ കൂടെയുണ്ട്. പിന്നെ സംഘാടക സമിതിയുടെ ആൾക്കാരുണ്ട്. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ചെറിയൻകീഴിലേക്കാണ്, പ്രേംനസീർ സാറിൻ്റെ. അവിടെ വലിയൊരു സ്മാരകം ഉയരുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ചലച്ചിത്ര അക്കാദമിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. എനിക്കൊന്ന് വരും ദിവസങ്ങളിൽ അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാകും. അവിടെയും MLAയും ജനപ്രതിനിധികളടക്കമുള്ള വലിയൊരു സദസ്സ് ഉണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ യാത്ര തിരിച്ചത് അതായിരിക്കും ഒരുപക്ഷെ ഏറ്റവും അങ്ങനെ എല്ലാം മഹത്തരമാണ് എങ്കിലും, കാരണം ഒരു വിപ്ലവമായിരുന്നു ഈ റോസി, PK റോസി എന്ന് പറയുന്ന ഈ ആദ്യകാല നായിക. എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. കാരണം ഇവിടുന്ന് ഓടിപ്പോയിരുന്നു. പക്ഷെ അവർ കുറച്ചു കാലം ഈ വട്ടിയൂർക്കാവിൽ ജീവിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് അക്കാദമിയുടെ അന്വേഷണത്തിൽ. അങ്ങനെ വട്ടിയൂർക്കാവിൽ അവരുടെ പേരിലുള്ള ഒരു ചെറിയൊരു സമിതിയുണ്ട്. അവരും അവരുടെ കുടുംബാംഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ പ്രശാന്ത് MLAയുടെ നേതൃത്വത്തിലായിരുന്നു അത് സംഘടിപ്പിച്ചത്. അവിടെ നല്ല ജനപങ്കാളിത്തമായിരുന്നു. പിന്നീട് ഞങ്ങൾ സത്യൻ മാഷെ അടക്കം ചെയ്ത സ്ഥലത്തേക്കാണ് വന്നത്. അവിടെ സത്യൻ മാഷെ 2 മക്കളും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെയും വലിയൊരു ഒരു ഭാവാഭിനയ ചക്രവർത്തിയാണ് സത്യമാഷ എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമുക്ക് അദ്ദേഹം മലയാളത്തിലല്ലായിരുന്നുവെങ്കിൽ ഒരുപാട് ലോകപ്രശസ്തമായ അവാർഡുകൾ അടക്കം ഏറ്റുവാങ്ങേണ്ട ഒരു മഹാനടൻ തന്നെയാണ് സത്യമാഷ്. അപ്പോൾ അദ്ദേഹത്തെ ഈ IFFK ഓർക്കുന്നു. അവിടുന്ന് തിരിച്ച് ഈ കണ്ടല്ലോ മാനവീയം വീതിയിലെത്തുമ്പോൾ ഒരു വലിയ ഒരു ജനസഞ്ചയം തന്നെ ഈ യാത്രയെ സ്വീകരിച്ചു. കാരണം ഇതൊരു വലിയ ഒരു മാറ്റത്തിന് തുടക്കമിടുകയാണ് ചലച്ചിത്ര അക്കാദമിയും IFFKയും. എനിക്കൊന്ന് ഇനി വരും IFFK ഒക്കെ ഇതിന് ഒരു മാതൃകയുണ്ടാകും. ഒരുപാട് പേര് ഇനിയുണ്ട്. ഒരുപാട് ഈ തിരുവനന്തപുരം തന്നെ തിക്കുറിശി സാർ, പിന്നെ നെടുമുടി വേണുച്ചേട്ടൻ തുടങ്ങി ഒരുപാട് കലാകാരന്മാർ നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. പിന്നെ ഈ IFFK ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു 15-ാം തീയതി 25-ലധികം വരുന്ന ആദ്യകാല നടിമാരെ ആദരിക്കുന്നൊരു ചടങ്ങും കൂടിയുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഈ IFFK പ്രസക്തമാവുകയാണ്. രാജ്യത്ത് മറ്റ് ചലച്ചിത്രമേളകളൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ, അതിൻ്റെ നിറം കെട്ടുപോകുമ്പോൾ, ഇപ്പം ഗോവൻ ഫിലിം ഫെസ്റ്റിവൽ പഴയ കാലം പോലെയല്ല. ഇപ്പം ബോംബെ ഫിലിം ഫെസ്റ്റിവൽ, കൽക്കത്ത ഫിലിം ഫെസ്റ്റിവൽ, ബാംഗ്ലൂർ ഫിലിം ഫെസ്റ്റിവൽ, ഗോവയൊക്കെ ഞാൻ സഞ്ചരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ IFFK പോലെ ഇത്രയും ഡെലിഗേറ്റ്സ്, ഇതൊരു സാംസ്കാരിക ഉത്സവമായി മാറുന്ന, ഏറ്റവും അടിത്തട്ടിൽ നിന്ന് പോലും ജനങ്ങൾ വന്ന് ഈ സിനിമയെ പ്രണയിക്കുന്നവർ, ഈ കേരളത്തെ പ്രണയിക്കുന്നവർ, ഈ സംസ്കാരത്തെ പ്രണയിക്കുന്നവരൊക്കെ ഈ തിരുവനന്തപുരത്ത് വന്ന് 8 ദിവസത്തോളം ഇവിടെ തമ്പടിച്ച് സിനിമ കാണുമ്പോൾ ഇത് ഒരു വലിയൊരു എന്താ പറയുക ഒരു സംഭവം തന്നെയാണ്.
IFFI കുറിച്ച് ഇപ്പം ചേട്ടൻ പറഞ്ഞു, അത് വലിയ തോതിൽ സംഘപരിവാർ വൽക്കരിക്കപ്പെട്ടതാണ്. നമുക്കറിയാം കാശ്മീർ ഫയൽസ് പോലെയുള്ള സിനിമകൾ, വർഗീയവൽക്കരിക്കപ്പെട്ട സിനിമകൾ പോലും പ്രദർശിപ്പിക്കേണ്ട ഒരു ചലച്ചിത്രമേളയാണ് IFFI. അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് വേറിട്ട് നിൽക്കുന്ന ഒരു സ്പേസ് ആയിട്ട് ഈ കേരള രാജ്യാന്തര ചലച്ചിത്ര മേള മാറുന്നത്. വലിയ സന്ദേശമല്ലേ കേരളം ഈ IFFKയിലൂടെ നൽകുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ ഒരു രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കേണ്ടതല്ല നമ്മുടെ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. നമുക്ക് ഇതൊരു ആർട്ട് ഫോമാണ്. നമ്മുടെ പ്രകാശിപ്പിക്കുന്ന ഒരു ആർട്സിനെ അവരുടെ ഇമോഷൻസിനെ പ്രകടിപ്പിക്കുന്നതാണ് സിനിമ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ IFFI ഒക്കെ നമുക്ക് ഒരു കാലത്ത് ഒരു വലിയൊരു മാതൃകയായിരുന്നു. IFFI എന്നൊക്കെയാണ് IFFK ഒക്കെ രൂപം കൊണ്ടത്. പക്ഷേ IFFIയിലെ ഡെലിഗേറ്റ്സുകളുടെ എണ്ണം കുറയുന്നു. ഇപ്പം ഞാൻ തന്നെ ഇത്തവണ ആ ഫെസ്റ്റിവൽ പോയപ്പോൾ പല തിയേറ്ററുകളിലും 10-ൽ കൂടുതൽ ആൾക്കാർ സിനിമ കാണാനില്ല. പല ആളുകളും പോകാൻ മടിക്കുന്നുണ്ട്. RSSന്റെ അജണ്ട ഈ IFFIയിൽ പുറത്തെടുക്കുന്നതുകൊണ്ട് അതെ, പോകാൻ മടിക്കുന്നുണ്ട്. ഞാൻ അന്വേഷിച്ചപ്പോൾ 60% ആൾക്കാരും കേരളത്തിൽ നിന്നാണ്, മറ്റ് സ്റ്റേറ്റുകൾ. അപ്പോൾ ആലോചിച്ച് നോക്കുക, കേരളം അവിടെയാണ് IFFK 15,000-ലധികം ഡെലിഗേറ്റ്സ്, അതിന് മറ്റ് ടെക്നീഷ്യന്മാർ. ഇത്തവണത്തെ ലൈഫ് അച്ചീവ്മെൻ്റ് അവാർഡ് കൊടുക്കുന്നത് പോലും ഒരു സ്ത്രീക്കാണ്, ഹാൻ സൂയി. അങ്ങനെ അവരും ഒരുപക്ഷെ എന്താ പറയുക, അത് വലിയൊരു മാറ്റമാണ്, ഒരു സ്ത്രീക്ക് കൊടുക്കുന്നു. അപ്പോൾ IFFK അങ്ങനെ എല്ലാം കൊണ്ടും വളരെ വേറിട്ട നിലയിലേക്ക് രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ഫെസ്റ്റിവലായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മറ്റ് ഫെസ്റ്റിവലൊക്കെ നിറംകെട്ട് പോകുമ്പോൾ ഈ ഇന്ന് പകർന്ന അഗ്നി എന്ന് പറയുന്നത് അത് വരും കാലത്ത് ഒരുപക്ഷെ നമ്മുടെ IFFKയും നമ്മുടെ കേരളത്തിൻ്റെ കലാ സാംസ്കാരിക രംഗത്തെയും പ്രചോദിപ്പിക്കുന്ന ഒരു അഗ്നി തന്നെയാണ്. ഈ അഗ്നി നമ്മൾ കൂടുതൽ കത്തിക്കുക എന്നതാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്. ഇത്തവണത്തെ IFFK വേറിട്ട് നിർത്തുന്നത് വനിതാ ചലച്ചിത്ര പ്രവർത്തകരുടെ പ്രാതിനിധ്യമാണ്. അതുപോലെ തന്നെ ഷബാന ആസ്മിയാണ് മുഖ്യാതിഥിയായിട്ടും വരുന്നത്. എങ്ങനെ കാണും? തീർച്ചയായിട്ടും ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പോൾ ഷബാന ആസ്മി വരുന്നു. ഇത്തവണത്തെ ലൈഫ് അച്ചീവ്മെൻ്റ് അവാർഡ് കൊടുക്കുന്ന ഒരു സ്ത്രീക്കാണ്, ഹാൻസൂയ് എന്നാണ് പേര്, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, അവർക്ക് കൊടുക്കുന്നു. പിന്നെ ഈ പറഞ്ഞ ഇങ്ങനൊരു സ്മൃതി യാത്ര നടത്തുന്നു. 25-ലധികം വരുന്ന മലയാള സിനിമയിലെ ആദ്യകാല നടിമാരെ ആദരിക്കുന്നു. അതൊക്കെ അവർക്ക് കിട്ടുന്ന സന്തോഷം, അത് അല്ലെങ്കിൽ ഈ രംഗത്ത് നിൽക്കുന്ന, സിനിമാ രംഗത്ത് നിൽക്കുന്ന ഒരുപക്ഷെ സിനിമയെ മൊത്തം സോഷ്യൽ ഓഡിറ്റിങ് ചെയ്യുന്നൊരു കാലത്ത് അതായത് ഈ കലാകാരന്മാരൊക്കെ അവർക്ക് വേണ്ടി മാത്രമല്ല ജീവിച്ചത്, അവർക്ക് വേണ്ടി മാത്രമല്ല, അവർക്ക് അതിൻ്റേതായ പേയ്മെൻറ്റോ കാര്യങ്ങളോ കിട്ടുന്നെങ്കിലും അവരുടെ കലാസൃഷ്ടി, അവരുടെ ജീവിതം മുഴുവൻ ഈ നമുക്ക് വേണ്ടിയാണ്, പൊതുസമൂഹത്തിന് വേണ്ടിയാണ്. കാരണം ഈ സിനിമ എന്ന് പറഞ്ഞ നടീനടന്മാർ മാത്രമല്ല, കാരണം ഇതിലെ ഈ പ്രൊഡക്ഷൻ ബോയ് മുതൽ എല്ലാവരും, അവർക്കൊക്കെ ഇതൊരു ഈ IFFKയും ഇതുപോലുള്ള മറ്റ് ഇതിൻ്റെ കൂടുതലുള്ള അനുബന്ധ പരിപാടികളും മാതൃകയാണ്. ഇപ്പോൾ ഷബാന ആസ്മിയെ പോലെയുള്ളവർക്ക് നമ്മുടെ കേരളത്തിൻ്റെ IFFKയുടെ മണ്ണിൽ വേദിയിൽ വരുന്നു എന്ന് പറയുമ്പോൾ പ്രൗഡാണ്. കാരണം സ്ത്രീകളെ ബഹുമാനിക്കാൻ, സ്ത്രീകളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ എന്നും കേരളം നിന്നിട്ടുണ്ട്. ഇപ്പോഴും അതിൽ തന്നെയാണ് കേരളം ഉറച്ചു നിൽക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് എന്തുകൊണ്ടാണ് കേരളം നമ്പർ 1. എത്രയൊക്കെ നുണക്കഥകൾ പ്രചരിപ്പിച്ചാലും കേരളം എന്തുകൊണ്ട് നമ്പർ 1? ഇപ്പം അതാ IFFK പോലും അത് നമുക്ക് മുന്നിൽ, ലോകത്തിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ പറ്റും. കേരളം ഇത്തിരി 15,000-ലധികം വരുന്ന സിനിമാ പ്രേമികൾ, അല്ല കലയെ സ്നേഹിക്കുന്നവർ നമ്മുടെ ഈ മണ്ണിൽ ഒത്തുകൂടുന്നു. എത്ര മാനവികതയുടെ ഒരു മണ്ണാണ്, മതസൗഹാർദ്ദത്തിൻ്റെ മണ്ണാണ്. ഇവിടെ രാഷ്ട്രീയമുണ്ടോ? ഇവിടെ മതത്തിൻ്റെ പേരിൽ അടികൂടുന്നുണ്ടോ? സിനിമ എന്ന് പറയുന്ന, അല്ലെ കല എന്ന് പറയുന്ന മനുഷ്യ ജീവിതങ്ങളെ കാണുവാൻ വേണ്ടി ലോകത്തെ അങ്ങനെയാണ്. ഈ ലോക സിനിമകൾ കാണുക എന്ന് പറഞ്ഞാൽ ലോകത്തെ കാണുക എന്നതാണ്, അവിടുത്തെ ജീവിതങ്ങൾ കാണുക എന്നതാണ്. അതിന് കിട്ടുന്ന ഏറ്റവും വലിയ അവസരമാണ്. കുട്ടികൾ, സ്റ്റുഡൻസ് വരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മലയാളികൾ ഓരോരുത്തരും ഈ ഫെസ്റ്റിവലിനെ ഓരോ ദിനം കഴിയും തോറും ഇതിനെ വിജയിപ്പിക്കുവാനും ഇനിയും എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കുറേയും കൂടി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനുണ്ട്. അത് സർക്കാർ മുൻകൈ എടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ ഈ IFFK ലോകത്തിന് മാതൃകയാകുന്ന രീതിയിൽ നമുക്ക് കല കൊണ്ട് പ്രതിരോധിക്കാൻ സാധിക്കണം. ഇവിടെ ഒരു വർഗീയതയുടെയോ മതത്തിൻ്റെയോ വിത്ത് പാകുവാൻ നമ്മൾ സമ്മതിക്കില്ല. അതുകൊണ്ട് കല കൊണ്ട് എല്ലാവരും, അവിടെ രാഷ്ട്രീയം മറന്നുകൊണ്ട് കല മനുഷ്യനെ സ്നേഹിക്കുവാനും ഒന്നിപ്പിക്കുവാനുമാണ് കല എന്നും. ഇനി സന്തോഷേൻ്റെ അടുത്തൊരു വ്യക്തിപരമായ ചോദ്യം ചോദിക്കട്ടെ. രാവിലെ മുതൽ ഈ ദീപശിഖ പ്രയാണത്തിൽ ഓടിയിട്ടുണ്ട്, എങ്ങനെ ക്ഷീണിച്ചോ? അല്ല, ചെറിയ ക്ഷീണം. കാരണം ഞാൻ ആദ്യം ഓടാൻ തീരുമാനിച്ചതല്ല. കാരണം ജനറൽ കൗൺസിൽ അംഗമാണ് ചലച്ചിത്ര അക്കാദമിയുടെ. ഞങ്ങൾ ഇതിൻ്റെ കൂടെ യാത്ര ചെയ്യണമെന്ന് ചെയർമാനും സെക്രട്ടറിയും പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിരുന്നു. അപ്പോൾ എനിക്കെപ്പോഴും ഈ യൂത്തിനോട് സംസാരിക്കുവാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർ 19 പേരുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ ഇവരുടെ ടെമ്പോ ട്രാവലറോട്ട് കയറി. അപ്പോൾ ഞാൻ പറഞ്ഞു, ക്ഷീണിച്ചോ ചേട്ടാ, ഞങ്ങളുടെ കൂടെ ഓടുന്നു ചോദിച്ചു.
ഞാൻ അടുത്ത് ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എനിക്കൊരു ജേഴ്സി ഇട്ടു. അവർ തന്ന ജേഴ്സിയാണ്. പിന്നെ ഞാൻ അവരുടെ അത് എപ്പോഴും അവരുടെ കൂടെ നിൽക്കുക. കാരണം അവരും നമ്മളെ എന്താ ഒരു സിനിമാ നടൻ എന്ന നിലയിൽ നമ്മൾ വേറിട്ട് കാണേണ്ടതില്ല. അപ്പോൾ അവരുടെ കൂടെ നിൽക്കുക. ഞാൻ പരമാവധി ഇങ്ങനെ സമൂഹത്തിൻ്റെ കൂടെ നിൽക്കുവാനും ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുവാനും ആഗ്രഹിക്കുന്ന ഒരാളാണ്. പിന്നെ ഇങ്ങനെ ഓടാൻ സാധിക്കുന്നു എന്നത് തന്നെ മഹാഭാഗ്യമല്ലേ. അതും ഈ ഒരു സ്മൃതി യാത്രയുടെ പേരെ ഈ ദീപം പിടിച്ചുകൊണ്ട് ഓടുമ്പോൾ ഇത് നൽകുന്ന സന്ദേശം ഒരു വലുതാണ് അല്ലേ. ഈ പ്രകാശം ഇത് നമ്മുടെ നാടിന് വേണ്ടിയാണ്. കാരണം കേരളം എന്ന് പറയുന്ന നമ്മുടെ ഈ കൊച്ചു നാടിനെ ഒരു തരത്തിലും ആർക്കും അടിയറവ് വെക്കാനോ ഏതെങ്കിലും നുണകളുടെ കോട്ടകൾ പണിതുകൊണ്ട് ഈ നാടിനെ ഏതെങ്കിലും തരത്തിൽ തകർക്കാൻ ശ്രമിക്കുന്നവർക്കൊക്കെയുള്ളൊരു മുന്നറിയിപ്പാണ് ഈ യാത്രയും ഞങ്ങൾ ഓടുന്നതും. ഈ മണ്ണിൽ എന്നും ഓടിക്കൊണ്ടിരിക്കും. കേരളം ഇന്ത്യയും നമ്മുടെ രാജ്യമാണ്. കേരളം നമ്മുടെ പെറ്റമ്മയാണ്. അപ്പോൾ അതിനെ നെഞ്ചോട് ചേർക്കുക, സിനിമയെ കലയെ നെഞ്ചോട് ചേർക്കുക എന്നത് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഓടി. വളരെ നന്ദി, സന്തോഷം. താങ്ക് യു.